ഓക്കെ, സോ ഇതാണ് റിയൽമി 10 Pro. ഓക്കെ, 10 Pro Plus അല്ല, അതിൻ്റെ അൺബോക്സിങ് ഈ ആഴ്ച തന്നെ ഉണ്ടാവും. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ റിയൽമി 10 Pro 5G ആണ്. ഇതിലുള്ളത് IPS LCD പാനലാണ്. ഓക്കെ, പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു തരാം, ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉപയോഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു AMOLED പാനലായിരിക്കും എന്നാണ്. കാരണം വളരെ നല്ലൊരു കളർ ട്യൂണിങ് അവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ, അതും അത്യാവശ്യമുണ്ട്. നോർമലി IPS LCD പാനൽ ലേശം ഡൾ ആയിരിക്കും, പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ വളരെ മോശമായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നല്ല IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന IPS LCD പാനലാണ്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. കർവ്ഡ് ഒന്നും അല്ല കേട്ടോ, നമ്മുടെ 10 Pro Plusലുള്ള ഡിസ്പ്ലേ കർവ്ഡ് ആണ്. ഇവിടെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേക്കും ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല തിൻ ബെസൽസ് ആണ്, നല്ല കനം കുറഞ്ഞ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം ചിൻ ഉണ്ട്, അങ്ങനെ ഭയങ്കരമായി ചിന്നില്ലെങ്കിലും അത്യാവശ്യം ചിന്നുണ്ട്. ബോട്ടം താഴെയുള്ള ബെസൽ ഉണ്ട്, പക്ഷേ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് നല്ല കനം കുറഞ്ഞ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു AMOLED ഡിസ്പ്ലേ ആയിരുന്നേ ഉണ്ടല്ലോ, ഇത് പൊളിച്ചേനെ. പക്ഷേ ഇനി IPS LCD ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. സോ AMOLED ആണ്, LCD ആണ്. സോ AMOLEDൽ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കോൺട്രാസ്റ്റും കളേഴ്സ് ഒക്കെ, ഡീപ് ബ്ലാക്സ് ഒക്കെ, നമുക്കത് ഒരിക്കലും IPS LCD പാനലിൽ കിട്ടൂല. കാരണം രണ്ടിൻ്റെയും ടെക്നോളജി വേറെയാണ്. മോട്ടറോള, പോക്കോ, റെഡ്മി ഫോൺസിൽ AMOLEDും 5G രണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോ അത് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഈ പ്രൈസ് പോയിന്റിൽ AMOLED വേണമെങ്കിൽ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും അൺബോക്സിങ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി സോഫ്റ്റ്വെയർ പെർഫോമൻസിനെ കുറിച്ച് ലേശം അധികം പറയാനുണ്ട്. സോ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. റിയൽമിയുടെ ടിപ്പിക്കൽ മഞ്ഞ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഫോൺ മാറ്റി വെക്കാം. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, TPU കേസ്, സിം ടൂൾ ആൻഡ് പുസ്തകം. ഇതിന്റെ ബാക്കിലുള്ള ക്യാമറ മോഡ്യൂൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് iQOO Z6 Pro ആണ്. അതിൽ ക്യാമറ മോഡൽ ഉണ്ടായിരുന്നു. ഇവിടെ ക്യാമറ മോഡലായിട്ടൊന്നുമില്ല, നേരെ ലെൻസ് ആണ് വരുന്നത്. പിന്നെ ഓണറിന്റെ ഏതോ ഒരു ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ, ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ബാക്കിൽ നല്ല ഷൈനി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഷൈനി ഇതുപോലെ ഇങ്ങനെ തിളങ്ങുന്ന ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഷൈനി ഡിസൈനും ലൈറ്റ് കളറൊക്കെ വരുമ്പോഴേക്കും കംപ്ലീറ്റ് ഇതാ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആയിരിക്കും, അത് എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള വേരിയന്റും വരുന്നുണ്ട്, ബ്ലൂ കളറാണ്, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ആ ഒരു നമ്മുടെ ഡിസ്കോ DJ ലൈറ്റിൻ്റെ സെറ്റപ്പ് ആണ്. അതായത് ഇതിൻ്റെ ക്യാമറ മോഡലിൽ നിന്ന് ലൈറ്റ് ഇറങ്ങി വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ അവർ തന്നിട്ടുണ്ട്. കാണാൻ നല്ല കൂളാണ്, പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. സോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും ഫ്രെയിമും ആണ് കൊടുത്തിരിക്കുന്നത്. 192 ഗ്രാം ആണ് വെയിറ്റ്. പക്ഷേ അത്രയും വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നൂല. കയ്യിലെടുക്കുമ്പോൾ 175 ഗ്രാം 180 ഗ്രാം അത്രേ തോന്നുള്ളൂ. സോ നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ റിയൽമി ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു ഫ്ലാറ്റ് എഡ്ജ്, ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഫോൺസ് ഉണ്ട്, ആ സെയിം സംഭവമാണ്. ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സോ കയ്യിലെടുക്കുമ്പോൾ ആ ഒരു ബോക്സി ഫീൽ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ബോക്സി ഫീൽ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. റിയൽമി 9 Pro 5Gയിൽ സിംഗിൾ സ്പീക്കേഴ്സ് ആയിരുന്നു, ഇവിടെ ഡ്യുവൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഡ്യുവൽ സ്പീക്കർ പേരിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് ഈ വരുന്ന സൗണ്ടിന്റെ 80% താഴെയുള്ള സ്പീക്കറിൽ നിന്നാണ് വരുന്നത്. സ്റ്റിൽ സ്റ്റീരിയോ സ്പീക്കർ ആണെന്ന് പറയാൻ പറ്റും. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഓക്കെ ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഒരു ദിവസമൊക്കെ ഈസിലി പോകും, നോ പ്രോബ്ലം. ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടി 1.25 മണിക്കൂർ എടുക്കും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. അതായത് പവർ ബട്ടന്റെ മേളിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, ഈവൻ ഫേസ് അൺലോക്ക് ആണെങ്കിലും ഫാസ്റ്റ് ആണ്. റിയൽമി 9 Pro 5Gയിൽ ഉണ്ടായിരുന്ന സെയിം ചിപ്സെറ്റ് ആണ് ഇവിടെയും തന്നിരിക്കുന്നത്. ആ ഒരു ചിപ്സെറ്റ് ഇപ്പോൾ ഇഷ്ടം പോലെ ഫോൺസിൽ വന്നിട്ടുണ്ട്. അതാണ് Qualcomm Snapdragon 695 5G ചിപ്സെറ്റ്. ഒരു ഡീസൻറ്റ് മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആണ്. കാഷ്വൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ യൂസിന് വേണ്ടി പക്കയാണ്, അങ്ങനെ വലിയ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സോഫ്റ്റ്വെയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പറയാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. ഏറ്റവും വലിയ പോസിറ്റീവ് ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 13 റിയൽമി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി നൈസ്. ഓക്കെ, ഗുഡ് ജോബ്. ലേറ്റസ്റ്റ് റിയൽമി UI 4.0 വരുന്നുണ്ട്. റിയൽമി 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അടിപൊളിയാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ റിയൽമി UI 4.0യിൽ ചില ഇൻട്രസ്റ്റിംഗ് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോം സ്ക്രീനിലുള്ള ഐക്കൺ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ഐക്കൺ ഫോൾഡേഴ്സ്, അതിനെ നമുക്ക് ഇങ്ങനെ വലുതാക്കാം, ചെറുതാക്കാം. പിന്നെ ഇതിന്റെ ക്വിക്ക് ടോഗിൾസിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റിയൽമി UI 4.0നെ കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന്റെ നെഗറ്റീവ് സൈഡ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ചാക്ക് കണക്കിനാണ് ബ്ലോട്ട്വെയർസ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ആണ് വരുന്നത്. പണ്ട് അൺബോക്സ് ചെയ്ത റിയൽമി ഫോൺസിൽ അത്രയ്ക്കും ബ്ലോട്ട്വെയർസ് ഇല്ലായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസ് ആണ്. അതായത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ഫോണിൽ മോജ് ലൈറ്റും
മോജിൻ്റെ ലൈറ്റും ഉണ്ട്. രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, മോജ് ലൈറ്റ്. പിന്നെ കുറേ ഉണ്ട്, ഈ ഡെയിലി ഹണ്ട്, ജോഷ്, ഫോൺ പേ, ലിങ്ക്ഡിൻ, അങ്ങനെ ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് പിന്നെ ഓക്കെ ആണ്, നമുക്ക് വേണമെങ്കിൽ ബ്ലോട്ട് വെയർസ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പുതിയ ആപ്പ് സ്റ്റോർ ഉണ്ട്, റിയൽമിയുടെ ആപ്പ് മാർക്കറ്റ് എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ എന്തായിരുന്നു ആവശ്യം? പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, അവിടെ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ എന്തായാലും വരുന്നുണ്ട്. ഇത് ബേസിക്കലി റെക്കമെൻഡേഷൻസും ആഡ്സ് കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഈ ആപ്പ് സ്റ്റോർ ഒക്കെ. അത് മാത്രമല്ല, ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി റിയൽമിയുടെ ഒരു ഫോൺ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണോ, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ ഈ സാംസങ് ഫോണിൽ വരാറുണ്ടല്ലോ, അതിപ്പോൾ ഈ റിയൽമി ഫോണിലും വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഈ പറഞ്ഞ ബ്ലോട്ട് വെയർസ് ഒക്കെ ഉണ്ടല്ലോ, ആപ്പ് സ്റ്റോർ അല്ല, മറ്റേ തേർഡ് പാർട്ടി ബ്ലോട്ട് വെയർസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ആഡ്സ് ആൻഡ് റെക്കമെൻഡേഷൻസും വരുന്നുണ്ട്. മറ്റു കമ്പനികളോട് നമ്മളിങ്ങനെ പറഞ്ഞു അവരിങ്ങനെ ആഡ്സും റെക്കമെൻഡേഷൻസ് ഒക്കെ പതുക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. റിയൽമി ബാക്കിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു റിയൽമി UI ഒരു ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ്, ഒരു ക്ലീൻ എക്സ്പീരിയൻസ് കിട്ടാറുണ്ടെന്ന്. ഇവിടെ എനിക്ക് അത് അങ്ങനെ ഒന്നും കിട്ടിയില്ല. സ്പെഷ്യലി നമ്മുടെ ഈ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കീബോർഡ് തുറന്ന് വരുന്നുണ്ട്. അത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ബഗ് ആണോ എന്ന് അറിയില്ല. എന്തിനാണ് കീബോർഡ് തുറന്ന് വരുന്നത്? എനിക്ക് സെർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തോളാം. ആ കീബോർഡ് ഓട്ടോമാറ്റിക്കലി തുറന്ന് വരുന്നതുകൊണ്ട് എല്ലാം തവണ നമ്മൾ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കീബോർഡ് ക്ലോസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പലയിടത്തും ഞാൻ പറഞ്ഞില്ല റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയുണ്ട് ആപ്പ് റെക്കമെൻഡേഷൻ, ആപ്പിൻ്റെ ആഡ്സ് ഒക്കെ വരുന്നുണ്ട്. റിയൽമിയുടെ ഫയൽ മാനേജർ ഉണ്ടല്ലോ, അവിടെ ബാനർ ആഡ്സ് കാണാം. ഇതേ കണ്ടില്ലേ? ഹോം സ്ക്രീനിലുള്ള ടൂൾസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും താഴെ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും വൈറസ് സ്കാനിങ്ങിന്റെ മറവിൽ ഇതുപോലുള്ള ആപ്പ് റെക്കമെൻഡേഷൻസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നോർമലി ഐക്യു വിവോ ഫോൺസിന്റെ അൺബോക്സിംഗിൽ പറയാറുണ്ട്, ആ ഫോൺസിൽ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഹോട്ട് ആപ്സ് ആൻഡ് ഹോട്ട് ഗെയിംസ്, അതിനെ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. ആ ഹോട്ട് ആപ്പ് ആൻഡ് ഹോട്ട് ഗെയിംസ് കറക്റ്റ് ഇതിലും വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ റെക്കമെൻഡേഷൻസും ആഡ്സും ബ്ലോട്ട് വെയർസ് ഒന്നും പോരാഞ്ഞിട്ട് ആ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും റിയൽമിയുടെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് മറ്റേ നമ്മുടെ ഐക്യു വിവോ ഫോൺസിൽ എടുത്ത് മാറ്റാൻ പറ്റും. അതായത് നമുക്ക് ഈസിലി ഹോം സെറ്റിംഗ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇവിടെ ഞാൻ കുറേ തപ്പി, ഹോം സെറ്റിംഗ്സിൽ കിട്ടിയില്ല. പിന്നെ നമ്മുടെ ആപ്പ് സ്റ്റോർ ഉണ്ടല്ലോ, പ്ലേ സ്റ്റോർ അല്ല ആപ്പ് സ്റ്റോർ, റിയൽമിയുടെ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് അതിൻ്റെ സെറ്റിംഗ്സിലാണ് അത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ. 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, മെയിൻ ക്യാമറ. ഓക്കെ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ സാമ്പിൾസ്, ഫോട്ടോ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. സെൽഫി റിയർ ക്യാമറ രണ്ടും ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി, വലിയ പ്രോബ്ലം ഇല്ല. അതായത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ 20,000 താഴെ ഇങ്ങനെ കിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസെന്റ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. അത്യാവശ്യം കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഫേസിൽ ലേശം ഷാർപ്പനിങ്ങും പിന്നെ ആ ഒരു സ്മൂത്തനിങ് ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഓവറോൾ ഓക്കെയാണ്, ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഒരു മോശം ക്യാമറ പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഡീസെന്റ് ഓക്കെ പെർഫോമൻസ് ആണ് തരുന്നത്. സെൽഫി ഫോട്ടോസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ സ്കിൻ സ്മൂത്തനിങ് ഉണ്ടല്ലോ, അത് ടേൺ ഓഫ് ചെയ്തോളൂ. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. നിങ്ങൾക്ക് ആ ഒരു സ്കിൻ സ്മൂത്തനിങ് വേണമെങ്കിൽ അത് ഓൺ ആക്കി വെച്ചോളൂ. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 1080p 30 FPS ആണ്. 4K കിട്ടുന്നില്ല, കാരണം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെയും ഡീസെന്റ് പെർഫോമൻസ് ആണ് തരുന്നത്. സ്റ്റെബിലൈസേഷൻ ഒക്കെ ജസ്റ്റ് ഓക്കെ ആണ്. സെൽഫി വീഡിയോസിൽ ഒട്ടും സ്റ്റെബിലൈസേഷൻ ഇല്ല കേട്ടോ. സോ നിങ്ങൾ ഓടിക്കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കിയാൽ അത്യാവശ്യം ഷേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. റിയർ ക്യാമറ വീഡിയോയിൽ ചെറിയ രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ട് റെക്കോർഡ് ചെയ്താൽ അത്യാവശ്യം ഷേക്ക് വരും. അൾട്രാ വൈഡ് ക്യാമറയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. സോ മിഡ് റേഞ്ച് 5G ഫോൺസിൽ നിന്നും അൾട്രാ വൈഡ് ക്യാമറ എടുത്ത് മാറ്റുന്നുണ്ട്. റിയൽമി 9 Pro 5G ഉണ്ടായിരുന്നു, ഇവിടെ വരുന്നില്ല. ഓക്കെ, സോ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് അൾട്രാ വൈഡ് ക്യാമറ ഉപയോഗിക്കാറുണ്ട് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇവിടെ അത് കിട്ടൂല. സോ തീർച്ചയായിട്ടും അതൊരു പോരായ്മ തന്നെയാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാം. 4G കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ 4Gക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 7 5G ബാൻഡ്സ് വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ, ബ്ലൂടൂത്ത് 5.1 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. 6GB 128GB പ്രൈസ് ആണ് 18,999, അതായത് 19,000 രൂപയാണ്. 8GB 128GB പ്രൈസ് ആണ് 19,999, അതായത് 20,000 രൂപയാണ്. സോ ഈ പ്രൈസ് പോയിന്റിൽ ഒരു ഡീസെന്റ് റിയൽമി ഫോൺ എന്ന് പറയാൻ പറ്റും. ആക്ച്വലി ഒരു AMOLED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ ഇതൊരു അടിപൊളി ഫോണായിരുന്നു തീർച്ചയായിട്ടും. എനിവേ IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസെന്റ് ക്വാളിറ്റിയുള്ള പാനലാണ്. എന്നാൽ അൾട്രാ വൈഡ് ക്യാമറ അവർ കൊടുത്തിട്ടില്ല. പിന്നെ സോഫ്റ്റ്വെയറിൽ ആഡ്സും റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് ഫ്യൂച്ചർ അപ്ഡേറ്റിൽ റിയൽമി എടുത്ത് മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റൂല. ഓക്കെ, ബാക്കി നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.